കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്ത് കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നതിനായി നിർമ്മിച്ചതാണ് ഈ തൂക്കുപാലം. ഇത് തമിഴ്നാടുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിൽ 1871 ആരംഭിച്ച പാലം പണി 1877 പൂർത്തിയായി. ഇതിനാവശ്യമായ ഉരുക്കുകളും മറ്റ് ആവശ്യ സാധനങ്ങളും സ്കോട്ട്ലൻഡിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. മധുര, ചെങ്കോട്ട, തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിദഗ്ധരായ കല്ലാശാരിമാരാണ് കരിങ്കൽ കമാനങ്ങളും ശംഖുമുദ്രയും നിർമ്മിച്ചത്. കരയോട് അടുത്ത് നിർമ്മിച്ചിരിക്കുന്ന കമാനാകൃതിയുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കൂറ്റൻ ചങ്ങലകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ഈ ചങ്ങലകളെ പ്രത്യേകതരം ലോക്കിട്ടുറപ്പിച്ച് ഇരുകരകളിലും നിർമ്മിച്ചിരിക്കുന്ന 4 കിണറുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. പാലത്തിന് 400 അടി നീളവും 20 അടി വീതിയുമുണ്ട്. തമ്പകം മരത്തിൻ്റെ പലകകൾ നിരത്തിയാണ് പാലത്തിൻ്റെ തട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിലുള്ള തൂക്കുപാലം കാണുന്നതിന് ധാരാളം സന്ദർശകർ എത്തുന്നു.